കോന്നി മണ്ഡലത്തിലെ വികസന മുരടിപ്പ്, കോന്നി മെഡിക്കൽ കോളേജിന്റെ അനാസ്ഥ എന്നിവയെ ആരോപിച്ച് NDA കോന്നി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോന്നി MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന വൈസ് പ്രസിഡന്റ് പന്തളം പ്രതാപൻ പ്രതിഷേധ സമരം ഉദ്ഘാടനം ചെയ്തു. BJP ജില്ലാ പ്രസിഡന്റ് V. സൂരജ് അധ്യക്ഷത വഹിച്ചു. മതിയായി ഈ MLA എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചു ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ പടയാളികൾ, മുന്നണി പോരാളികൾ ഈ നാടിന് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഇതാ ഈ വാഹനത്തിന് തൊട്ടു പിന്നാലെ യാതൊരുടെയും കഥ പറഞ്ഞുകൊണ്ട് MLA ശ്രദ്ധ ക്ഷണിക്കുന്നതിനും മതിയായി MLA മാറാത്തതിന് മാറുമെന്ന ആ മെഡിക്കൽ കോളേജിന്റെ സ്ഥിതി എന്താണ് എന്ന് നമ്മൾ പരിശോധിക്കണം. നമ്മുടെ ഈ കോന്നിയിലുള്ള ഒരു മെഡിക്കൽ കോളേജ്, നമ്മുടെ ജില്ലയിലെ ഏക സർക്കാർ മെഡിക്കൽ കോളേജ്. ആ മെഡിക്കൽ കോളേജിൽ രോഗികൾക്ക് അവിടെ ചെന്ന് ചികിത്സ നടത്തണമെങ്കിൽ ഒപ്പിട്ട് കൊടുക്കേണ്ട ഒരു സമ്മതപത്രം അവിടെ ഒട്ടിച്ചു വെച്ചത് നമ്മൾ പത്രങ്ങളിലൊക്കെ കണ്ടു. ഞാനൊന്ന് പറയട്ടെ, ആ ഡോക്ടർ, ആ ഡിപ്പാർട്ട്മെന്റ് കൈകാര്യം ചെയ്യുന്ന ഡോക്ടർ സുഖപ്രസാദ്, അദ്ദേഹം കോളേജിൽ പഠിക്കുന്ന കാലത്ത് SFIയുടെ വലിയ നേതാവായിരുന്നു. ആ SFIയുടെ നേതാവായ സർജറിയിലെ HOD ആണ് അങ്ങനെ ഒരു നോട്ടീസ് എഴുതി ഒട്ടിച്ചതെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ഒരു നോട്ടീസ് തയ്യാറാക്കിയതെങ്കിൽ കേരളത്തിന്റെ ആരോഗ്യ രംഗത്തിന്റെ ദുസ്ഥിതിയെ കുറിച്ച് നമ്മൾ ആരെങ്കിലും പറയണോ? ഒരു ഇടതുപക്ഷ സഹയാത്രികൻ SFIയുടെ മുൻ നേതാവ്, അദ്ദേഹം ചെയ്യുന്ന ജോലിക്ക് സത്യസന്ധത ഉണ്ടാകണമെന്ന് കരുതിയാകാം ഒരുപക്ഷെ അദ്ദേഹത്തിന് മുമ്പിലേക്ക് വരുന്ന രോഗികളെ ചികിത്സിക്കുവാനുള്ള യാതൊരു സൗകര്യങ്ങളില്ലാത്തൊരു മെഡിക്കൽ കോളേജ് ഈ കോന്നിയിൽ പ്രവർത്തിക്കുന്നു. മെഡിക്കൽ കോളേജിന്റെ കാര്യം മാത്രമല്ല, ഏത് ആതുരാലയം എടുത്തു നോക്കിയാലും കേരളത്തിൽ ഇന്ന് എത്രയോ സംഭവങ്ങൾ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിരിക്കുന്നു. നമ്മുടെ നാട്ടുകാരിയല്ലേ ആരോഗ്യവകുപ്പ് മന്ത്രി? ആരോഗ്യവകുപ്പ് മന്ത്രിയുടെ ഇപ്പൊ പെടലിക്ക് ആരോ KSUകാർ പിടിച്ചു എന്ന് പറഞ്ഞൊരു കോളർ കൊണ്ടുകൊണ്ട് നടക്കുക. കേരളത്തിലെ ആരോഗ്യ രംഗം ഉണ്ടാക്കിയേക്കുന്ന ദുഷ്പ്രവണതകൾ എന്തൊക്കെയാണ് എന്ന് ഞാനിവിടെ വിശദീകരിക്കേണ്ട കാര്യമില്ല. ആശുപത്രി ഇടിഞ്ഞു വീണ്ടും ആളുകൾ മരിക്കുന്നു. ഡോക്ടർമാർ സർജറി ചെയ്യുമ്പോൾ കത്രിയെ അകത്ത് വെച്ച് തുന്നിച്ചേർക്കുന്നു. അങ്ങനെ തുന്നിച്ചേർന്നാൽ അതിന് ഒരു 100 വർഷം അവിടെ ഇരുന്നാലും കുഴപ്പമില്ലെന്ന് പറയുന്ന ഒരു ആരോഗ്യ മേഖല കേരളത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഭാരതീയ ജനതാ പാർട്ടിയുടെയും NDAയുടെയും നേതൃത്വത്തില് കേരളത്തിലെ 140 നിയോജക മണ്ഡലങ്ങളിലും അവിടുത്തെ MLAമാരുടെ ഭരണപരാജയത്തിനെതിരെ NDAയുടെ നേതൃത്വത്തില് ഇതേപോലെയുള്ള ഉജ്ജ്വലമായിട്ടുള്ള പ്രക്ഷോഭങ്ങൾ പാറശാല മുതൽ മഞ്ചേശ്വരം വരെയുള്ള നിയമസഭാ മണ്ഡലങ്ങളിൽ നാം സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ 5 വർഷമായിട്ട് കോന്നിയുടെ MLA ആയിട്ടുള്ള KU ജനീഷ് കുമാർ, അദ്ദേഹം 6 വർഷമായിട്ട് ഇവിടുത്തെ MLA ആണ്. ഈ 6 വർഷക്കാലവും കോന്നിയിൽ വികസനങ്ങൾ നടത്താമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഒരു ബൈ ഇലക്ഷനിൽ അദ്ദേഹം ആദ്യമായിട്ട് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് വന്നത്. അതിനുശേഷം രണ്ടാമതും അദ്ദേഹം MLA ആയിട്ട് വന്ന സമയത്ത് അദ്ദേഹം വലിയ വാഗ്ദാനങ്ങളുടെ ഒരു പെരുമരുതന്നെയായിരുന്നു ഈ കോന്നി നിവാസികളുടെ മുന്നിലായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്.